വീര സവർക്കറെ കുറിച്ച് നമ്മുടെ പുതുതലമുറയ്ക്ക് പഠിക്കാനുള്ള യാതൊരു മാർഗവും പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മുടെ പാഠ്യ വിഷയങ്ങളെയൊക്കെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇവിടെ 13,000-ലധികം വരുന്ന ഹിന്ദുവിനെ വെട്ടിക്കൂട്ടി കൊലപ്പെടുത്തിയ ക്രൂര കൊലപാതകികളെയൊക്കെ കർഷക സമരത്തിന്റെ പേരിൽ അത്ര വലിയ വീരോചിത സ്വീകരണം നൽകിക്കൊണ്ടും അവനെ നേതാവായി വാഴിച്ചുകൊണ്ടും അന്നത്തെ ആ വാളും കുന്തവും ഒന്നും അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളിതാ വരുന്നു നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞ അത്തരക്കാർക്ക് മുൻപിൽ വി ഡി സവർക്കർ എന്ന് പറയുന്ന വീര സവർക്കർ, ഈ വീര സവർക്കർ 27 വർഷത്തിനടുത്ത് ജയിൽവാസം അനുഭവിച്ചത് വരെ ഒരു ജനതയ്ക്കും അറിയാത്ത രീതിയിലേക്ക് നമ്മുടെ കേരള തലമുറയെ വാർത്തെടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായം എല്ലാത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ടും അതല്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരം നൽകിക്കൊണ്ടും ആരായിരുന്നു വീര സവർക്കർ എന്നുള്ളത് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്ന ഈ വിവാദം എങ്ങനെയാണ് സാർ? കാസർഗോഡ് സ്കൂളിൽ നമ്മൾ കണ്ടു, ആ സ്കൂളിൽ വീര സവർക്കറെ കുറിച്ച് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരുടെ പീഡനത്തിനിരയായി ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന വീര സമരസേനാനി ആര് എന്ന ചോദ്യം ചോദിച്ചപ്പോഴേക്കും വീര സവർക്കർ എന്ന ഉത്തരം ആരെങ്കിലും പറയുമോ, അതല്ലെങ്കിൽ ആ കുട്ടികൾ അത് പഠിക്കുമോ എന്ന ഭയം കൊണ്ട് തന്നെ ആ സ്കൂളിൽ ആ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ഫ്രീഡം ക്വിസിലാണ് ആ ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. ആ അധ്യാപകനെ, ഗുരുപ്രസാദ് എന്ന് പറയുന്ന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. അയാൾ തന്നെ നേരിട്ട് നടപ്പിലാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ജയസൂര്യൻ സാർ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത്തരം വിവാദങ്ങളിലും ഇത്തരം നടപടികളും നല്ലതാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം ആരാണ് വീര സവർക്കർ, എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് പുതിയ കുട്ടികൾ, പുതിയ തലമുറ പഠിക്കും, തീർച്ചയായിട്ടും അന്വേഷിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ പുതിയ തലമുറ പഴയതുപോലെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിന് കീഴടങ്ങുന്നവരല്ല. അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ തന്നെ വീര സവർക്കർ ആരാണ് എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എത്ര വേണമെങ്കിലും എവിഡൻസ് അവർക്ക് ലഭിക്കുകയും ചെയ്യും. മഹാത്മാഗാന്ധിയെ പോലെയല്ല, നെഹ്റുവിനെ പോലെയല്ല, പട്ടേലിനെ പോലെയല്ല വീര സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയത്. അതായത് മഹാത്മാഗാന്ധിയും നെഹ്റുവും പട്ടേലും പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. പക്ഷേ സവർക്കർ എന്താണ് ചെയ്തത്? ഇവരെ പോലെ തന്നെ സവർക്കറും ബ്രിട്ടനിൽ പഠിക്കാൻ പോയി. പക്ഷേ അദ്ദേഹം ബ്രിട്ടനിൽ നിന്നുകൊണ്ട് ബ്രിട്ടനെതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തു, സംഘടനയുണ്ടാക്കി, വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തി. അവസാനം അദ്ദേഹത്തിന് പഠിപ്പ് ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിൽ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഖത്ത് കയറി ചെന്നിട്ട് മൂക്കിനിടിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. ലോകം മുഴുവൻ ഞെട്ടിപ്പോയ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏതായാലും അങ്ങനെയുള്ള ഒരു ധീര ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് കാലം തിരിച്ചറിയുകയും ഇന്ദിരാഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ ആ വീര സവർക്കറെ വീരോചിതമായ രീതിയിൽ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇന്ത്യയുടെ മഹാനായ ധീരയോദ്ധാവ് എന്ന് മഹാത്മജിയെ കൊണ്ടുപോലും പറയിപ്പിച്ച ഒരു മഹാനായിട്ടുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങിയ വ്യക്തി ആര് എന്നാണ്. ഇരട്ട ജീവപര്യന്തമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ജീവപര്യന്തം 25 വർഷമാണ്. അപ്പോൾ 2 ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 50 വർഷമാണ്. ആ 50 വർഷത്തെ ഇരട്ട ജീവപര്യന്തവും കഠിന തടവും അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷകളെ കുറിച്ച് നമ്മൾ കേട്ടാൽ അങ്ങേയറ്റം ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അതൊക്കെ ഇന്ന് ഈ പബ്ലിക് ഡൊമൈനിൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു മനുഷ്യ ശരീരത്തിനും മനസ്സിനും താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. എന്നിട്ട് ഒരു കാലത്തും തിരിച്ചു വരില്ല. 50 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ താരതമ്യം ചെയ്യുമ്പോൾ നെഹ്റുവും ഗാന്ധിയും ഒക്കെ എത്രയോ പിറകിലാണ്, എത്രയോ ചെറുതാണ്. ഇതിവിടുത്തെ കുട്ടികൾ പഠിക്കും, അവർ അന്വേഷിക്കും ആരാണ് സവർക്കർ എന്ന്. ആരാണ് സവർക്കർ എന്ന അന്വേഷണത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കും ഗാന്ധിയെക്കാളും നെഹ്റുവിനേക്കാളും പട്ടേലിനേക്കാളും ഒക്കെ വളരെ ധീരോദാത്തമായ പോരാട്ടം നടത്തുകയും അതികഠിനമായ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും അങ്ങനെ അങ്ങേയറ്റം ദുരിതപൂർണമായ ജീവിതം തള്ളി നീക്കുകയും ചെയ്ത വ്യക്തിയാണ് വീര സവർക്കർ എന്ന് നമ്മുടെ കുട്ടികൾ തന്നെ മനസ്സിലാക്കും. അതിന് ഇത്തരം സംഭവങ്ങൾ സഹായകരമായി തീരും. ഏതായാലും അധ്യാപകനെതിരെ എടുത്തിരിക്കുന്ന കേസും
അതിനെ തുടർന്നുള്ള നടപടികൾ മുന്നോട്ട് വരട്ടെ. അപ്പോൾ വീര സവർക്കർക്ക് വേണ്ടി സത്യം തുറന്നു പറഞ്ഞ അധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹവും തിരിച്ചറിയപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യും. കാലഘട്ടം അംഗീകരിക്കുന്ന ആദരവ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്യും. ഏതായാലും ദേശീയ മാനബിന്ദുക്കളോടും ദേശീയ പുരുഷന്മാരോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടും കേരളത്തിലെ ഭരണകൂടം ഇപ്പോൾ വച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായ രാജ്യവിരുദ്ധമായിട്ടുള്ള ഈ നിലപാട്, അതിനെക്കുറിച്ച് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ വീര സവർക്കറെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, മേലാൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ നിങ്ങൾ വന്ദിച്ചില്ല എങ്കിലും നിന്ദിക്കരുത്. ഇതിൽ കൂടുതൽ വ്യക്തമായി കോടതി ഒന്നും പറയേണ്ടതില്ലല്ലോ എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ മന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിദ്യാഭ്യാസ മന്ത്രി, ഐക്യ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തില്ലെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉറച്ചിരിക്കാൻ സാധ്യമല്ല എന്ന് വി ഡി സതീശൻ അറിയാം. ആ തീരുമാനമെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു സംസ്ഥാനം നഷ്ടപ്പെടും എന്ന് കോൺഗ്രസുകാർക്കറിയാം. ഇതിനെ തുറന്ന് എതിർത്താൽ കനൽ ഒരു തരിയായി ബാക്കി നിൽക്കുന്ന കമ്മ്യൂണിസം കെട്ടുപോകും അല്ലെങ്കിൽ കെടുത്തിക്കളയും എന്ന് അവർക്കും അറിയാം. ഇവരുടെ കയ്യിൽ നിന്ന് പട്ടും വളയും പാരിതോഷികവും വാങ്ങിക്കാൻ നിൽക്കുന്ന സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവികളും അങ്ങനെയുള്ള നായകളും എല്ലാവർക്കും ഇത് നന്നായിട്ട് അറിയാം. മീഡിയ ജീവിക്കുന്നത് ഇവരൊക്കെ കൊടുക്കുന്ന പരസ്യം കൊണ്ടായതുകൊണ്ട് മീഡിയയ്ക്കും അതറിയാം. അപ്പോൾ സത്യത്തെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള കേരളത്തിന്റെ ഈ ഒരു പോരാട്ടം, അതായത് സത്യത്തോടുള്ള പോരാട്ടം, ദേശീയതയോടുള്ള പോരാട്ടം, ദേശീയ മാതൃകാ പുരുഷന്മാരും ധീരസേനാനികളോടുള്ള പോരാട്ടം ഒരു കാലത്തും വിജയിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ഈ രാജ്യം അതിശക്തമായി തിരിച്ചടിക്കും. ഇത്തരം തേരോട്ടങ്ങളും ഇത്തരം തേജോബദ്ധങ്ങളും എത്രയോ കണ്ടു ഭാരതം. അപ്പോൾ അവിടെ നിന്നൊക്കെ അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ച ഇന്ന് നമുക്ക് കാണാമല്ലോ. ഏറ്റവും നല്ല ഉദാഹരണമല്ലോ സർദാർ വല്ലഭായ് പട്ടേൽ. നെഹ്റു കുടുംബത്തിന്റെ പിന്നിൽ അങ്ങനെ ഒരു ചരിത്രം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് പട്ടേലിനെ കോൺഗ്രസ് ഭരണകാലത്ത് തമസ്കരിച്ചത് നമുക്കറിയാം. അതായത് പ്രധാനമന്ത്രി ആരായിരിക്കണം എന്നുള്ള തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഒരു വോട്ട് മാത്രം കിട്ടിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും 15 പ്രവിശ്യകളിൽ നിന്ന് 15 വോട്ടുകൾ നേടിയ സർദാർ വല്ലഭായ് പട്ടേലും ഗാന്ധിജിയുടെ കുബുദ്ധി ഒന്നുകൊണ്ട് മാത്രം ആ 15 വോട്ട് കിട്ടിയ പട്ടേലിനെ വെട്ടിമാറ്റിയിട്ട് ഒറ്റ വോട്ട് കിട്ടിയ നെഹ്റുവിനെ, ആ ഒറ്റ വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നെഹ്റു തന്നെ നെഹ്റുവിന് വോട്ട് ചെയ്തതാണ്, അല്ലാതെ വേറൊരാൾ വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒറ്റ വോട്ട് കിട്ടിയ നെഹ്റു, സ്വന്തം വോട്ട് കിട്ടിയ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കിയ കോൺഗ്രസ്, ആ കോൺഗ്രസ് അക്കാലം മുതൽ ഇന്നുവരെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വിടുപണി ചെയ്യുന്ന ദാസന്മാരും അടിമകളുമാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ അധ്യാപകന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ കാലം കണക്ക് ചോദിക്കും. ഇതിനൊക്കെ തിരിച്ചടി അതിശക്തമായിരിക്കും. സത്യം എന്താണ് എന്നുള്ളത് പുതിയ തലമുറ അറിയും. അതിന് ഈ നടപടി സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.